സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു പുൽവാമ ബന്ധം സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ ആ സ്ഫോടന സമയത്തെ CCTV ദൃശ്യങ്ങളാണ്. സ്ഫോടനമുണ്ടായതിന് തൊട്ടു പിന്നാലെ ആളുകൾ ചിതറി ഓടുന്ന ദൃശ്യങ്ങളാണ് ഇത്. CCTV ദൃശ്യങ്ങളാണ്. ട്രാഫിക് സിഗ്നലിലേക്ക് സാവധാനമെത്തിയ കാറാണ് പൊട്ടിത്തെറിച്ചത്. ആ പൊട്ടിത്തെറിക്ക് തൊട്ട് പിന്നാലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്. ആളുകൾ ചിതറി ഓടുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. 23 പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ LNGP ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം അത് പൊട്ടിത്തെറിയുടെ സമയത്തെ CCTV ദൃശ്യമാണ്. ആ പൊട്ടിത്തെറി ശബ്ദം കേട്ട് ആളുകൾ ചിതറിയോടുന്ന CCTV ദൃശ്യമാണ്. ഡൽഹി ചെങ്കോട്ടയിൽ ഈ വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സമയമാണ്. 6:56 ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഫോടന ശബ്ദം കേട്ട് അതിൽ പലരും ചിതറി ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. തെളിവ് ശേഖരണം, ഫോറൻസിക് പരിശോധനയൊക്കെ അവിടെ ഇപ്പോഴും സജീവമായി നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം ഈ കാറിന് ഒരു പുൽവാമ ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. കാറിൻ്റെ ഇപ്പോഴത്തെ ഉടമ പുൽവാമ സ്വദേശിയാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് അന്വേഷണ ഏജൻസികൾ നൽകേണ്ടതാണ്, അല്ലെങ്കിൽ സർക്കാർ നൽകേണ്ടതാണ്. ഏറ്റവും പുതിയ വിവരം ഈ കാറിൻ്റെ ഉടമ പുൽവാമ സ്വദേശിയായ താരിഖാണ്. അങ്ങനെയെങ്കിൽ ഈ കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ കാർ പൊട്ടിത്തെറിക്കുമ്പോൾ, സ്ഫോടനമുണ്ടാകുമ്പോൾ ഈ കാറിൽ ഡ്രൈവർക്ക് പുറമെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. മരണസംഖ്യ നിലവിൽ 8 അതിൽ 7 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഒരാളെ ഇതുവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. 20-ലേറെ പേർ ഇപ്പോഴും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനിയും ഈ സംഭവത്തിന് ഈ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവവുമായി ബന്ധമുണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഭീകരബന്ധമുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അത്തരം ഇപ്പോൾ ഒരു പുതിയ ദൃശ്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ കാറിൽ പൊട്ടിത്തെറി ഉണ്ടായതിന് തൊട്ട് ശേഷമുള്ള ഒരു ദൃശ്യമാണ്. ആളുകൾ അവിടേക്ക് എത്തുന്നതും ചില ആളുകൾ ചിതറി ഓടുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് തീ ആളുന്നുണ്ട്. ആളുകൾ പരിഭ്രാന്തരായി ചിതറി ഓടുന്നതും കാണാം. ആ പൊട്ടിത്തെറിക്ക് തൊട്ടു പിന്നാലെ ആളുകൾ ചിതറി ഓടുന്ന പുതിയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആളുകൾ ഭയചകിതരായി ഓടുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ആ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ റോഡുകളിലൂടെ പരിഭ്രാന്തരായി ഓടുന്ന ആളുകളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ, ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇതിന് ഭീകരബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ ഏജൻസികൾ തന്നെ അക്കാര്യങ്ങളിലൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.